ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അയ്യന്തോടുള്ള സാമീസ് കഫേയിലേക്കാണ്. 1969 മുതലുള്ള ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് സാമീസ് കഫേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ മസാല ദോശ മസ്റ്റ് ട്രൈ തന്നെയാണ്, അത് ഞാൻ കാണിക്കാം. പക്ഷെ വന്നിരിക്കുന്ന പ്രധാന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബട്ടൂര കഴിക്കാനാണ്. ഇവിടുത്തെ ബട്ടൂര ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ബട്ടൂര എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പേസ് നോക്കിയിരുന്നു. സമയം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. ആ ഒരു ടൈമാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈം തന്നെയാണ്. നമ്മുടെ ബട്ടൂര വന്നു, ഒരു സാലഡ് വന്നിട്ടുണ്ട്, ഒരു നമ്മുടെ ഗ്രേവിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ദോശയാണ് നമ്മൾ ആദ്യം കഴിക്കുന്നത്. മസ്റ്റ് ട്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ്. ഞാൻ കൂടുതൽ ഇവിടുന്ന് പാഴ്സലാണ് മേടിക്കാറ്. അപ്പോൾ പാഴ്സൽ മേടിക്കുന്ന സമയത്ത് വാഴയുടെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് നമുക്ക് തരാറ്. പിന്നെ നമ്മുടെ ആ ഒരു ചമ്മന്തിയും ആ ഒരു ചട്നിയും അതിൻ്റെ ഒപ്പം കിടലനാണ്. സാമ്പാറൊട്ട് മോശമൊന്നുമല്ല, എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ ചട്നിയും ആ സാമ്പാറും തന്നെയാണ്. നല്ല മുരിഞ്ഞ ദോശയാണ്, നെയ്യിൻ്റെ മണമൊക്കെ ഉള്ള ആ ഒരു നല്ല ദോശ ഈ ഒരു മസാലയും ചട്നിയും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ബട്ടൂരയിലേക്ക് വന്നു. ബട്ടൂരയുടെ കൂടെ നമുക്ക് കറി കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ്, ഭയങ്കര തിക്കായിട്ടുള്ള ഒന്നല്ല. അതിനുശേഷം ആ ഒരു സാലഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ബിരിയാണിക്കൊപ്പം കിട്ടുന്ന പോലത്തെ ഒരു സാലഡാണ്. അത് അങ്ങനെയായിരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് അതിലേക്ക് എടുത്ത് ഒഴിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. പക്ഷേ ആ സാലഡും ഈ ഒരു ഗ്രേവിയും അല്ലെങ്കിൽ ഈ ഒരു ബട്ടൂരയും കൂടി ഒട്ടും മിക്സ് അല്ല. അതിൻ്റെ ആ ഒരു രുചി ശരിക്കും നമുക്ക് അങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു സാലഡ് നമ്മളുടെ ബിരിയാണിയുടെ ഒപ്പം കഴിച്ചിട്ട് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു കറിയും ഈ ഒരു ബട്ടൂരയും നമുക്ക് കഴിക്കാനായിട്ട് ഓക്കെയാണ്. സാലഡ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ മോര് മുക്കി കഴിക്കുമ്പോൾ നമുക്കൊരു ബിരിയാണിയുടെ ഒരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചത് നമ്മുടെ ചായയാണ്. ചായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ്, നല്ല കടുപ്പമുള്ള ഒരു അടിപൊളി ചായ തന്നെയാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യന്തോൾ സിവിൽ ലൈൻ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിലാണ് വരുന്നത് സാമീസ് കഫേ. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം വി ബ്ലോഗ് തൃശ്ശൂർ.